പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 22:14. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ കഴിയണം. കോൾ ഓൺ ഗോഡ്. നമുക്ക് ദൈവത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഇൻ എ വേ ദാറ്റ് ഈസ് ഓതൻറ്റിക് ടു അസ്. ലാമെൻറ്റ്, വിലപിക്കുക. ഈ ലാമെൻറ്റ് എന്ന ആ പ്രാക്ടീസ് ഉണ്ടല്ലോ, നിലവിളിക്കുന്ന പ്രാക്ടീസ് ഉണ്ടല്ലോ, അതിനകത്ത് 5 കീ കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസ് നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മുടെ ആഴമേറിയ വേദനയിലും പരിഭ്രമത്തിലും ഇൻവൈറ്റ് ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തേത് വളരെ സിമ്പിളാണ്, ബട്ട് ഈസ് ട്രൂലി ഇംപെററ്റീവ് ടു ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് ഗോഡ് ഇൻ. അപ്പം ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നാം ദൈവത്തെ വിളിക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ മക്കളൊക്കെ എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മളെ വിളിക്കും, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരുള്ളിടത്തല്ലേ. അല്ലേ, മമ്മി ഇതൊന്നെടുത്ത്, മമ്മി അതെന്തിയേ, അല്ലേ. എനിക്കിപ്പോൾ മക്കളും കൊച്ചുമക്കളും ഒന്നും അടുത്തില്ല, എന്നാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇല്ലാത്തവരൊന്ന് പുറകോട്ടൊന്ന് ഓർത്ത് നോക്കിക്കേ. എപ്പോഴും മമ്മി എനിക്കതുണ്ടാക്കി തരാമോ, അയ്യോ മമ്മി എവിടെ പോവാ, മമ്മി എന്നെ കൊണ്ടുപോകുമോ, ഇങ്ങനെയല്ലയോ ചോദ്യങ്ങൾ. കാരണം എന്തുകൊണ്ട്? അവർക്ക് നമ്മുടെ സഹായം വേണം, അവർക്ക് നമ്മുടെ സപ്പോർട്ട് വേണം. തന്നെയുമല്ല, അവരുടെ സഹായത്തിൻ്റെ സോഴ്സ് നാം ആയിരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. അല്ലാതെ അവരാരോട് പറയും? പക്ഷേ നമ്മൾ ഭയങ്കര ഒരു ഡിസ്ട്രെസ്സിനകത്തും ട്രോമയിലും ഒക്കെ ആയി പോകുമ്പം, അല്ലെങ്കിൽ ആങ്സൈറ്റിയിലായി പോകുമ്പം, അല്ലെങ്കിൽ ഡിപ്രഷനിലായി പോകുമ്പോൾ, ദൈവമക്കളെ, നാം ആരെ വിളിച്ചപേക്ഷിക്കും? നാം ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മൾ ആരെ വിശ്വസിക്കുന്നോ അവർ നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് നമ്മുടെ യേശു കർത്താവിനെ അല്ലേ? നമ്മൾ ആരെ വിളിക്കുന്നോ അതിൻ്റെ അർത്ഥം നാം ആ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടെന്ന്. തന്നെയുമല്ല, ആ വ്യക്തിക്ക് ശക്തിയുണ്ട്. എന്തിനാ? നമ്മുടെ ആ സിറ്റുവേഷനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യാശ ആ വ്യക്തിയുടെ മേൽ ഇടണം. ഇവിടെ ഇടണം, നമ്മുടെ യേശു കർത്താവിൻ്റെ മേൽ ഇടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു കുഞ്ഞായിരുന്നപ്പം അവർക്കൊന്നും വേണ്ടേലും ഇടയ്ക്ക് നമ്മളെ വിളിക്കത്തില്ലേ? എന്തിനാണ് വിളിക്കുന്നത്? കാരണം നാം അടുത്തെവിടെയെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോയോ, അവൻ വിളിച്ചാൽ നാം കേൾക്കുമോ എന്നൊക്കെ അവനൊന്ന് അറിയണം, അല്ലെ, അവൾക്കൊന്ന് അറിയണം. പക്ഷെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ജസ്റ്റ് ടു അഡ്രസ് ഹിം ആണോ? നാം അവനെ വിളിച്ചപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കറിയാം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മെ ശ്രദ്ധിക്കും. നമ്മൾ അവനെ വിളിച്ചപേക്ഷിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കറിയാം അവൻ നമുക്കായി കരുതും. നാം അവനെ വിളിച്ചപേക്ഷിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രത്യാശ അവനില, അല്ലേ. നാം അവനെ വിളിച്ചപേക്ഷിക്കുന്നത് നമ്മുടെ ക്ഷീണവും നമ്മുടെ തളർന്ന മനസ്സും ഒക്കെ അവനെ ഒന്ന് ഓർപ്പിക്കാനാണ്. കാരണം, ദൈവമേ, നീ ഞങ്ങൾക്ക് കൂട്ടായിട്ടിരിക്കണേ, ഞങ്ങൾ ഒറ്റയ്ക്കല്ലാന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടട്ടെ ദൈവമേ. അതുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കും, അല്ലേ. നമ്മൾ നമ്മെ തന്നെ വിളിച്ചപേക്ഷിപ്പാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം ഓർമ്മിപ്പിക്കുക, നമ്മെ തന്നെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുക. എന്തുവാ? നമ്മളിൽ സന്തോഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന്. പ്രൈസ് ഗോഡ്. അവൻ പ്രത്യാശ തരുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. നാം ആത്മാവിൽ ദരിദ്രരായി തീരുവാൻ അവൻ അനുവദിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ദുഃഖം, നമ്മുടെ ആങ്കർ, നമ്മുടെ ചില ഇരുണ്ട അനുഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വെയിറ്റ് നല്ല ദൈവം ക്യാരി ചെയ്യും. അവനാണ് നമ്മുടെ ബാനർ, അവൻ നമ്മുടെ നിസ്യ, അവൻ നമ്മുടെ ജയത്തിൻ്റെ കൊടിയ. അവൻ
നമ്മെ കവർ ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? വെൻ വി ഹാവ് ബീൻ ലെഫ്റ്റ് അൺകവേർഡ്. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട്, നല്ല ഇടയനായ ദൈവം. ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ എങ്ങനെ നടത്തി പരിപാലിച്ച് വേണ്ടതൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമോ അതുപോലെ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, അല്ലേ? ആ ദൈവം എവർ പ്രസൻറ്റ് ഹെൽപ്പ്, അല്ലേ? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. പ്രൈസ് ഗോഡ്. ഹീ ഈസ് ദ വൺ ഹു ഗീവ്സ് us his righteousness as a gift in our brokenness. അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ദൈവമാണ്. അവൻ നമ്മുടെ സമാധാനമാണ്. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായി സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനം എടുത്തു മാറ്റുന്ന ഒരു ലോകത്തിലാണ് നാം ഇരിക്കുന്നത്. സ്വസ്ഥതയോടെ ഇരിക്കുന്ന നമ്മളുടെ ജീവിതത്തിലെ സ്വസ്ഥതയെ കെടുത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ, അവർക്ക് ദുഃഖവും നിരാശയും വന്നപ്പോൾ എത്ര പേരുകൾ അവർ ദൈവത്തെ വിളിച്ചല്ലേ? എൽ ഷഡായ്, ഗോഡ് ഓൾമൈറ്റി. അഡോണായ്, ലോർഡ് മാസ്റ്റർ. ജെഹോവ നിസ്സി, ദ ലോർഡ് മൈ ബാനർ. ജെഹോവ റാഫ, ദ ലോർഡ് ഈസ് ദ ഹീലർ. ജെഹോവ ഷമ, the Lord who is present. Jehovah Tzidkenu, the Lord our righteousness. El Olam, the everlasting God. Jehovah Jireh, the Lord will provide. Jehovah Shalom, the Lord is peace. Jehovah Sabbath, the God of angel armies. Hallelujah. ഏത് പേര് വേണം ഇപ്പോൾ കുഞ്ഞെ നിനക്ക്? യേശു കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ഏത് പേരിൽ ഇപ്പോൾ നിനക്ക് അവനെ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? നീ തോറ്റു പോകുമെന്ന് തോന്നുവാണെങ്കിൽ നീ പറ, യഹോവ നിസ്സി, നീ എൻ്റെ ജയക്കൊടിയായി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരണമെന്ന് പറ ദൈവ പൈതലേ. പ്രൈസ് ഗോഡ്. നമുക്ക് ജയസന്തോഷം തരുന്നവനാണ്. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് അവൻ ജയഘോഷം തരും, ജയസന്തോഷം തരും. തോൽവി അണയുവാൻ അവൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏത് കാര്യമാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദനയെന്ന് വെച്ചാൽ അതുമായിട്ട് ഏറ്റവും റെസണേറ്റ് ചെയ്യുന്ന പേര് നീ ഉപയോഗിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് ശരീരത്തിന് സുഖമില്ലേ? യഹോവ റാഫ, യു ആർ ഹിയർ. പറ കുഞ്ഞെ, ദൈവവേദന നീ പറ. നിൻ്റെ വാ കൊണ്ട് നീ ഉച്ചരിച്ച് പറ. നീ നിൻ്റെ കൈ നിൻ്റെ ഹൃദയത്തിന്മേൽ വെക്ക്. നിൻ്റെ കണ്ണ് നീ അടയ്ക്ക്. നീ എന്നിട്ട് എപ്പോഴെങ്കിലും ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി വരുമ്പോൾ നീ അത് തന്നെ വിളിച്ചു പറ. നമ്മളൊക്കെ ദൈവമക്കളാണ്, പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലോൺലിനെസ്, ഏകാന്തത വരും, അല്ലേ? കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ ഗിൽറ്റ് റൈസ് ചെയ്യും. ചില കുറ്റബോധങ്ങൾ ചിലപ്പോൾ വരും, അല്ലേ? ഷെയിം വന്നെന്നിരിക്കും, ഡിപ്രഷൻ വന്നെന്നിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതനുഭവം ജീവിതത്തിൽ വന്നാലും നമ്മുടെ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ അടുത്തുണ്ട്. ഞാൻ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഒരു വാക്യം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യട്ടെ. സദൃശ്യവാക്യം 18-ാം അധ്യായം 10-ാം വാക്യം. പ്രോവേർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് 10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അഭയസ്ഥാനം അവനാ. യേശു എന്നഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ,
വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. കടലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഹായിയായി, ഞങ്ങൾക്ക് ജയം തരുന്ന ദൈവമായി, ഞങ്ങളെ സൗഖ്യമാക്കുന്നവനായി, ഞങ്ങളെ വഴി നടത്തുന്നവനായി, ഞങ്ങളെ ഉള്ളംകരത്തിൽ വഹിക്കുന്നവനായി കൂടെയുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും കടന്നു പോകുന്ന അനുഭവങ്ങൾ പലതാണ് കർത്താവേ. എന്നാൽ ദൈവജനത്തെ തോൽപ്പിക്കുവാൻ തന്ത്രവുമായി അടുത്ത് വരുന്നൊരു ശത്രു ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ച് ജയം പ്രാപിപ്പാൻ തക്കവണ്ണമുള്ളൊരു ധൈര്യം ഓരോരുത്തരും ഏറ്റെടുപ്പാൻ തക്കവണ്ണം പ്രിയ യേശുവേ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടെന്നാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.